CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ ആരോഗ്യ വകുപ്പിനും വിമർശനം. ആശുപത്രികളിൽ അത്യാവശ്യ മരുന്നുകൾ പോലുമില്ല, രാത്രികാലങ്ങളിൽ ഡോക്ടർമാരുമില്ലെന്ന് പ്രതിനിധികൾ വിമർശനമുയർത്തി. പോലീസ് സ്റ്റേഷനിൽ പാർട്ടിക്കാർക്ക് നീതി ലഭിക്കുന്നില്ല എന്നും പരാതി. പാർട്ടിക്കാരാണെന്ന് പറഞ്ഞാൽ അവഗണന നേരിടുന്നു. എന്നാൽ BJP-ക്കാർക്കും SDPI-ക്കാർക്കും നല്ല പരിഗണന കിട്ടുന്നുവെന്നും പ്രതിനിധികൾ സമ്മേളന ചർച്ചയിൽ വിമർശിച്ചു. വിദ്യാഭ്യാസ വകുപ്പിൽ ഉദ്യോഗസ്ഥ ഭരണമെന്നും വിമർശനമുയർന്നു. പരാതി ഉയർന്നത് CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിലെ ചർച്ചയിൽ പാർട്ടിക്കാരാണെന്ന് പറഞ്ഞാൽ അവഗണനയാണ്. സെയ്ഫ് സൈനാബ്ദീനാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. സെയ്ഫ്, നേരത്തെ ആഭ്യന്തര വകുപ്പിനെതിരെയും വലിയ വിമർശനങ്ങളാണ് ഈ പാർട്ടി സമ്മേളനങ്ങളിലൊക്കെ ഉയർന്നത്. അത് സർക്കാരിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇപ്പോൾ ആരോഗ്യ വകുപ്പിനെതിരെയും വിദ്യാഭ്യാസ വകുപ്പിനെതിരെയും ഒക്കെ ഉയർന്നു വന്ന പുതിയ ആരോപണങ്ങൾ എന്താണ്? CPM-ന്റെ സമ്മേളനങ്ങളിൽ ഭരിക്കുന്ന സമയങ്ങളിൽ സ്വാഭാവികമായിട്ട് വിമർശനങ്ങൾ ഉണ്ടായി വരും. കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ വിമർശനം ഉണ്ടായിരുന്നു. പക്ഷേ തിരുവനന്തപുരത്ത് കുറച്ചുകൂടെ കടുത്ത ഭാഷയിലുള്ള വിമർശനങ്ങളാണ് കാണാൻ കഴിയുന്നത്. പാർട്ടി സെക്രട്ടറിയെ ഇരുത്തിക്കൊണ്ട് പാർട്ടിക്കെതിരെ മുഖ്യമന്ത്രി ഇരുത്തിക്കൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെയാണ് പ്രതിനിധികൾ വിമർശനം ഉയർത്തുന്നത്. സർക്കാരിന്റെ എല്ലാ വകുപ്പുകളുമായി ബന്ധപ്പെട്ട ഇഴകീറിയുള്ള പരിശോധന CPM-ന്റെ സമ്മേളനങ്ങളിൽ സാധാരണ നടക്കാറുണ്ട്. അതിന്റെ ബാക്കിപത്രം എന്ന നിലയിലാണ് തിരുവനന്തപുരം സമ്മേളനത്തിലെ വിമർശനത്തെ കാണേണ്ടത്. അനീഷ, അത് ആഭ്യന്തര വകുപ്പിനെതിരായ വിമർശനം അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയത്തിലായിരുന്നു തുടങ്ങിയത്. അജിത് കുമാറിന് DGP സ്ഥാനക്കയറ്റം നൽകാനുള്ള ശുപാർശ അംഗീകരിക്കേണ്ടിയിരുന്നില്ല എന്ന് ചില അംഗങ്ങൾ ഇന്നലെ ചർച്ചയിൽ പറഞ്ഞു. അതിനൊപ്പം തന്നെ ഏറ്റവും വലിയ പരാതി, അത് ഈ തിരുവനന്തപുരത്ത് മാത്രമല്ല കേരള ഉടനീളമുള്ള CPM-കാരുടെ ഒരു പരാതി, പോലീസ് സ്റ്റേഷനുകളിൽ ചെന്നാൽ പാർട്ടിക്കാരനാണ് എന്നുള്ള പരിഗണന കിട്ടുന്നില്ല. BJP-ക്കാരനും SDPI-ക്കാർക്കും കോൺഗ്രസ്സുകാർക്കും എല്ലാം പരിഗണന കിട്ടുന്നുണ്ട്. ഇവിടെ പൂർണ്ണമായ അവഗണനയാണ് പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാകുന്നത് എന്ന് മുഖ്യമന്ത്രി വേദിയിലിരുത്തിക്കൊണ്ട് തന്നെ വിമർശനം ഉയർത്തി പ്രതിനിധികൾ. ധനവകുപ്പിന്റെ ധനകാര്യ മാനേജ്മെന്റിനെതിരെ വിമർശനം ഉണ്ടായി. കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥ പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ധനവകുപ്പിന് കഴിയുന്നില്ല എന്ന വിമർശനം ഇന്നലെ ഉണ്ടായി. ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ഇന്ന് രാവിലെ പുറത്തു വന്നിട്ടുള്ളത്. ആരോഗ്യവകുപ്പിന്റെ അതിങ്ങനെ പോയാൽ മതിയോ എന്നുള്ള ചോദ്യം ചില അംഗങ്ങൾ മുന്നോട്ട് വെച്ചു. രാത്രി ഡോക്ടർമാരില്ല, ആവശ്യത്തിന് മരുന്നുകളില്ല എന്നുള്ള പരാതിയാണ് ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നത്. വിദ്യാഭ്യാസ വകുപ്പിൽ ഉദ്യോഗസ്ഥ ഭരണമാണ് എന്നുള്ള വിമർശനം ഉയർന്നു വന്നു. അത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ വേദിയിലിരുത്തിക്കൊണ്ട് തന്നെയാണ് അങ്ങനെ വിമർശനം ഉണ്ടായത്. DPI ആണ് വിദ്യാഭ്യാസ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ശക്തനായ ഒരു മന്ത്രി ഉണ്ടായിട്ടും അതിൻ്റെ ഒരു പിടി മന്ത്രിയുടെ കയ്യിലേക്ക് എത്തിച്ചേരുന്നില്ല എന്നാണ് ചില അംഗങ്ങൾ വിമർശിച്ചത്. ഇന്നിപ്പോൾ സംഘടനാ റിപ്പോർട്ടിന്മേലുള്ളയും പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ച ഇന്നും നടക്കും. ഇന്നലെ ഉണ്ടായതിനേക്കാൾ കൂടുതൽ വിമർശനങ്ങൾ ഇന്നുണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയണ്ട. നാളെയാണ് സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയ്ക്ക് വിമർശനങ്ങൾക്ക് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മറുപടി നൽകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേർന്നത്. കുറച്ച് സമയം ഉണ്ടായിരുന്നു അദ്ദേഹം, 1.5 മണിക്കൂർ അദ്ദേഹം ഇരുന്ന് ചർച്ച കേട്ടു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. നാളെ വൈകിട്ട് ആണ് പൊതുസമ്മേളനം വിഴിഞ്ഞത്ത് വെച്ച് നടക്കുന്നത്. പുതിയ ജില്ലാ കമ്മിറ്റിയും പുതിയ സെക്രട്ടറിയും നാളെ തിരഞ്ഞെടുക്കും. വി ജോയി തന്നെ സെക്രട്ടറിയായി തുടരാനാണ് സാധ്യത. 4 പേർ പുതുതായി ജില്ലാ കമ്മിറ്റിയിലേക്ക് വരും. അത് VK പ്രശാന്ത്, വട്ടിയൂർക്കാവ് MLA VK പ്രശാന്ത്, അരുവിക്കര MLA G സ്റ്റീഫൻ അടക്കമുള്ളവർ പുതുതായി ജില്ലാ കമ്മിറ്റിയിലേക്ക് വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അനീഷ, സെയ്ഫ്, അതോടൊപ്പം തന്നെ ഈ പാർട്ടി വേദികളിൽ വിവിധ വകുപ്പുകൾക്കെതിരെ ആരോപണങ്ങൾ ഉയരുക എന്ന് പറയുന്നതിന് മുമ്പ് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആ ചോദ്യം അപ്പോഴും അവിടെ ബാക്കിയാണ്. അതേസമയം തന്നെ മുഖ്യമന്ത്രി ഇതിൽ എന്ത് മറുപടി പറയും, പാർട്ടി എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നിലുണ്ട്. ഈ CPM-ന്റെ സംഘടനാ രീതി അനുസരിച്ച് മുഖ്യമന്ത്രി അതിന് മറുപടി പറയാനുള്ള ബാധ്യത മുഖ്യമന്ത്രിക്ക് ഇല്ല. ഈ സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയ്ക്ക്, പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയ്ക്ക് സംസ്ഥാന സെക്രട്ടറിമാർ അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറിയാണ് മറുപടി പറയേണ്ടത്. സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ എന്തായാലും വിമർശനങ്ങൾക്ക് മറുപടി നൽകും. ഈ ചർച്ച പൂർത്തിയായി പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുത്ത് പുതിയ ജില്ലാ സെക്രട്ടറിയെ തിരഞ്ഞെടുത്ത് അതിന് മുന്നോടിയായിട്ടാണ് ഈ മറുപടി നടക്കുന്നത്. അസാധാരണമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് മറുപടി പറയേണ്ടുള്ളത്. CPM-ന്റെ ഒരു സംഘടനാ രീതി അനുസരിച്ച് മുഖ്യമന്ത്രിക്ക് സമ്മേളനത്തിൽ മറുപടി പറയാനുള്ള ബാധ്യതയില്ല. അനീഷ.